അതുകൊണ്ട് ഇന്ന് പാണക്കാട് പ്രേമം വിളമ്പുന്ന കുറെ ആളുകളുണ്ട്. വല്ലാതെ നെഞ്ചു പൊട്ടിപ്പോയ ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. കോഴിക്കോട് സമ്മേളനം നടന്നപ്പോൾ നമ്മൾ കേട്ടില്ലേ, സമസ്തയുടെ കേന്ദ്ര മുസാവറാംഗം പങ്കുവെച്ച ഒരു വാക്ക്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചു പോകാൻ വേണ്ടി ദുആ ചെയ്ത ഒരു മനുഷ്യനെയും അയാളുടെ കൂടെ നിൽക്കുന്ന ശിങ്കിടികളെയും നമ്മൾ കേട്ടില്ലേ. ഈ കൂടിയിരിക്കുന്ന നീലമാമലകളുടെ ഈ മുകളിലുള്ള കേരളത്തിലല്ല, മലപ്പുറത്തല്ല, കോഴിക്കോട്ടല്ല, ഈ നീലഗിരിയുടെ ഈ മുക്കുമൂലകളിൽ ഒഴുക്കുന്ന നമ്മുടെ ഹൃദയം പോലും പൊട്ടിപ്പോയില്ലേ? നമുക്കങ്ങനെ കരുതാൻ കഴിയുമോ? മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്നില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ? ആ മനുഷ്യൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്തവരാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെയും സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും ഛിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ SKSSF-ന് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരും അതിന് സന്നദ്ധമായാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ആദരണീയരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പാണക്കാട് കുടുംബം, അവർ ഖാദിയായി നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ് ഖാദി ഫൗണ്ടേഷൻ, പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ. പാണക്കാട് കുടുംബത്തെ ഖാദിയായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയായി ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ. പാണക്കാട് കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ. അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച സിരകളിൽ ഓടുന്ന രക്തത്തിന് സമാനമായി കൊണ്ടു നടന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം ഖാദിയായി ഏകോപനത്തിൽ പോകുന്ന മഹല്ലുകളിൽ ചിത്രതയുണ്ടാക്കാൻ സമസ്തക്കാരന് സാധിക്കില്ല, SKSSF-കാരന് സാധിക്കില്ല. എന്നാൽ ആ പാണക്കാട് കുടുംബത്തെ മറയാക്കിക്കൊണ്ട് ആരെങ്കിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ, എന്ന് മനസ്സുവെച്ചാൽ, അവർക്കെതിരെ കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല എന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇവിടെ ആരാണ് പാണക്കാട് ഖാദി ഫൗണ്ടേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നവരെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? നിലനിൽപ്പിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണവർ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സോഷ്യൽ മീഡിയ കോലായയിൽ വലിച്ചു കീറുന്നതിന് വേണ്ടി, അവിടുത്തെ അഭിമാനം പിച്ചു ചീന്തുന്നതിന് വേണ്ടി ഒരു കാലം വേഷം കെട്ടിയവർ ഇന്ന് അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോ തങ്ങന്മാരെ അവമതിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വേണ്ടി ഇടയിലാണ് സമസ്തയുടെയും SKSSF-ന്റെയും പതാക നമ്മൾ ഐക്യം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കേണ്ടതാണ് ഐക്യം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് കുതന്ത്രങ്ങൾ മെനയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ പാട്ടുപാടുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്കറിയാമല്ലോ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിനോടനുബന്ധിച്ച് ഇവിടെ കെട്ടിയ പതാകകൾ, ആ പതാകകൾക്കിടയിലാണ് സമസ്തയുടെയും SKSSF-ന്റെയും പതാക നമ്മൾ ഉയർത്തി കെട്ടിയത്. അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് ഇവിടെ ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ ഫിത്നക്ക് തിരികൊളുത്തുന്നതെന്ന്. അത് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വേദിയിലിരിക്കുന്നു. അഭിവന്ദരായ പാണക്കാട്ട് തങ്ങൾ, നമ്മുടെ നോവും നൊമ്പരവും അറിയുന്ന നേതാവ്. നമുക്കറിയാമല്ലോ, മനുഷ്യജാലിക നടക്കുന്ന സന്ദർഭം തുടക്ക കാലഘട്ടമാണ്. നമുക്ക് നേതൃത്വം നൽകി ജാഥ നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂസലുമില്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കുമൂലകളിലെല്ലാം നടന്നു വന്ന് ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാവിജയമാക്കി തന്ന പാണക്കാട്ട് തങ്ങൾ, നീലഗിരിക്കാരുടെ സ്വന്തം തങ്ങൾ എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയുന്ന തങ്ങൾ, ഈ പാണക്കാട്ട് തങ്ങളെ അനഭിമതനാണ്, അസ്വീകാര്യനാണ്, ഞങ്ങൾക്ക് പറ്റില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ അഹ്ലു ബൈത്തിന്റെ സ്നേഹം പഠിപ്പിച്ചിട്ട് SKSSF-കാർ പിന്നിൽ നിൽക്കൂ എന്നുകൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലപാടില്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളായി, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ആളായി, അവരെ കാണുമ്പോൾ അവരുടെ ആളായി, എല്ലാവരുടെ ഭാഗത്തും അവനവന്റെ ആളുകളായി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവർ നമുക്കിടയിൽ വന്നുകൊണ്ട് ക്ഷുദ്രജീവികളെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, നിലനിൽപ്പിന് വേണ്ടി, ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്ന ആളുകളെ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവരെ തിരിച്ച്
തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. SKSSF അത് പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തേണ്ട സമയത്ത് ഇരുത്താൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.